मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। നന്നായിട്ട് വർക്കൗട്ട് ചെയ്യൂ. മതി, ഇത് ഒരുപാടായി. അല്ല, ഇതെന്താ? നിങ്ങൾ 3 പേര് ആരാണ്? രാവിലെ ജോർദാറിന്റെ തലയില് മാവ് പാത്രം വീണു. എനിക്ക് അപ്പോഴേ തോന്നിയതാ ഇവന്റെ ഓർമ്മശക്തി കുറയുമെന്ന്. എന്റെ ഓർമ്മശക്തിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ആരാണെന്നാ ചോദിച്ചത്? ഇവൻ സോമസുന്ദരം, ഇവൻ ഗണപതി റാം, ഇവൻ വംശീര കൊച്ചിച്ചൻ. നോക്ക്, ഞാൻ തമാശ കളിക്കുന്ന മൂഡിലല്ല. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. ഇതെന്ത് ചോദ്യമാണ്? ഇവൻ ഹനി, ഇവൻ ബന്നി, ഞാനാണ് പോപ്പറ്റ്. അല്ല, ഇത് പൂച്ച, നീ കിളി, പിന്നെ ഞാൻ നായ. അതെ, സത്യം തന്നെയാ. എങ്ങനെയാണ് പൂച്ച ജിം എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്? ഏത് കിളിയാണ് വയറുള്ളിലേക്ക് വലിച്ചു വലിച്ച് എക്സസൈസ് ചെയ്യുക? എടോ നോക്ക്, എന്റെ പണി കളയാനായി ഇവിടെ വന്ന് നിൽക്കാണോ? ഇല്ല, ഇവരെ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വന്നതാണ്. ഞങ്ങൾ മൃഗങ്ങളാണ്. ഇപ്പോഴാണ് എനിക്ക് തന്നെ ഈ കാര്യം മനസ്സിലാകുന്നത്. ഞാനല്ലാതെ ഈ നാട്ടില് ഏത് ജ്ഞാനിയാ ഉള്ളത് ഫ്രീ ആയിട്ട് ജ്ഞാനം തരാൻ വേണ്ടി? ഞാൻ ഡോഗീസിന്റെ സെമിനാർ പോയി അറ്റൻഡ് ചെയ്തു. ഹലോ എവരിവൺ. നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നേ? സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാനും ഡോഗി തന്നെയല്ലേ? ഏത് ആംഗിളിലാണ് നീ ഒരു പട്ടിയായത്? ഏത് പട്ടിയാ സ്കൂട്ടർ ഓടിച്ചിട്ടുള്ളത്? ഇവൻ കാറ് പോലെ ഓടിക്കും. നമ്മുടെ ജോലി കാറിന്റെ പുറത്തേക്ക് തലയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നീ കാർ ഓടിക്കും, ഭക്ഷണം ഉണ്ടാക്കും, വീടും ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്ന ആളല്ലേ? ഇതെല്ലാം പട്ടികളുടെ ജോലിയാണോ? അല്ല, അത് പറയ്, നീ എപ്പോഴാ ലാസ്റ്റ് ആയിട്ട് കൊരച്ചത്? നീ എപ്പോഴാ അവസാനമായി കടിച്ചതെന്ന് പറ. നീ തനിച്ച് ഡോഗിയാണെന്നാണോ പറയുന്നേ? മര്യാദയ്ക്ക് ഓടിക്കോ ഇവിടുന്ന്. ഇപ്പൊ അതേ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ എപ്പോഴാണ് പൂച്ച പിന്നെ കിളിയെ പോലെ ബിഹേവ് ചെയ്തത്? നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യേണ്ട ആവശ്യം എന്താണ് ഇപ്പോ? അതെ, അതിനൊരു ആവശ്യമില്ല. ഉണ്ട്. ആലോചിക്കൂ, നമ്മൾ പൂച്ചയെ പോലെയും നായെ പോലെയും കിളിയെ പോലെയും ആയിരുന്നെങ്കിൽ കിറ്റി, സ്വീറ്റി, പിങ്കിക്ക് എത്ര നന്നായേനെ. ജോർദാർ പറഞ്ഞാലും കാര്യമുണ്ട്. അതെ, വരുന്ന ആഴ്ച വരെ നമുക്ക് മൃഗങ്ങളെ പോലെ ബിഹേവ് ചെയ്യാം. പ്രോമിസ് ചെയ്യണം. അല്ല, ഒരാഴ്ചയല്ല, നീ നിർത്തുന്ന പറയുന്നത് വരെ ഞങ്ങളെല്ലാരും മൃഗങ്ങളെ പോലെ പെരുമാറിക്കോളാം. ഇപ്പൊ എന്റെ കൂടെ വരൂ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതെ, ചിലരൊക്കെ ഇങ്ങനെയാ. സമാധാനമുള്ള ജീവിതം അവർക്കൊന്നും ഇഷ്ടമേ അല്ല. ഇനി ഒരാഴ്ചക്ക് അവരുടെ ബാൻഡാണ് കളിക്കാൻ പോകുന്നത്, ഓർക്കസ്ട്ര അല്ല. ഹണി, ഷോറൂമിൽ എലിയുണ്ട്. നീ പൂച്ച ആയതുകൊണ്ട് നീ ആ എലിയെ പിടിച്ചേ മതിയാകൂ. എന്നെ കൊണ്ട് പറ്റില്ല. ശ്രമിക്കുന്നതിന് മുമ്പേ തോൽവി ഏൽക്കുന്നവൻ. വേണ്ട, നീ കിളിയാണ്. ഒറ്റ വാക്ക് മാത്രമേ സംസാരിക്കാവൂ. വിശക്കുന്നു, മുളക് തരൂ. കമോൺ, തുടങ്ങും. വിശക്കുന്നു, മുളക് തരൂ. 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 ദാ എലി അവിടെ ഉണ്ട്. ചെല്ല്, നീയും തുടങ്ങ്. വിശക്കുന്നു, മുളക് തരൂ. എന്താ നോക്കി നിൽക്കുന്നത്? അതിന് പിടിക്കൂ. ബണി, നീ യഥാർത്ഥ പൂച്ചയാണെന്ന് തെളിയിക്കേ.
അമ്മേ. അമ്മയല്ല എലിയമ്മ. അതിനെ പിടിക്കൂ. പിടിക്കാനാ പറഞ്ഞേ. അയ്യോ അതെന്നെ അടിക്കുന്നേ. ഞാൻ പിടിച്ചു. ഹണിയല്ലേ പിടിക്കേണ്ടത്. ഞാനും പൂച്ചയല്ലേ. എലിനെ പിടിക്കേണ്ടത് എന്റെ അവകാശ അല്ലേ പോപ്പാട്ട്? വിശക്കുന്നു, മുളക് തരൂ, മുളക് തരൂ, മുളക് തരൂ. നീ എലിയെ വിട്. നിനക്ക് ഞാൻ പ്രത്യേക ഒരു ജോലി തരാം. എന്ത്? പൂച്ചകള് മറ്റുള്ളവരുടെ വീട്ടിൽ കയറി പാല് കുടിക്കും. ഇപ്പൊ നീയും ചിൻഡു പൈൽവാന്റെ വീട്ടിനകത്ത് കയറി പാല് കുടിക്കണം. മനസ്സിലായോ? വേറെ കോളനിയിലേക്ക് എന്തിനാ പോന്നേ? ഇവിടെ എല്ലാവർക്കും നിന്നെ അറിയാം. അവര് നിനക്ക് പാല് തരും. അതുകൊണ്ട് തന്നെ പാല് ചൂടായിട്ടുണ്ടല്ലോ. ചിണ്ടു ആശാൻ എന്റെ പാല് തന്നെ താഴേക്ക് തട്ടിയിടൂ. പൂച്ച ബോക്സിംഗ് ചെയ്യില്ല. കൂട്ടുകാരെ, നീ വവ്വാലല്ല, പൂച്ചയാ. എന്തിനാ തലകീഴ തൂങ്ങിക്കിടക്കുന്നത്? താഴോട്ട് വാ. നിങ്ങളുടെ അവസ്ഥ കണ്ടോ? നിങ്ങൾക്കുള്ളിൽ മൃഗങ്ങളുടെ സ്വഭാവം കുറഞ്ഞു വരികയാണ്. ഞാൻ ശരിക്ക് ചെയ്യുന്നു അല്ലേ? വിശക്കുന്നു, മുളക് തരൂ, മുളക് തരൂ, മുളക് തരൂ. അനിയ, നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ഒരു വഴിക്കായി. നമ്മൾ എങ്ങനെ ഒരാഴ്ച ഇതൊക്കെ ചെയ്യും? അതെ, ഞാൻ 1 മണിക്കൂറിന് ജ്ഞാനത്തിന്റെ ക്ലാസ് എടുത്തില്ലെങ്കിലേ പിന്നെ എന്റെ ശ്വാസം നിന്ന് പോകും. എനി ഡൗട്ട്? ജോർദാറിന് കൊടുത്ത വാക്ക് നമ്മൾ തെറ്റിക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഒരിക്കലും പ്രോമിസ് വിടരുത്. ഓക്കേ. വിശക്കുന്നു, മുളക് തരൂ. എടാ ഒന്നും മിണ്ടാതിരിക്കേ. ജോർദാർ നമ്മളെ നിർത്തുന്ന് പറയുന്ന അളവിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യണം? അത് എനിക്കും അറിയില്ല. ഒന്ന് ആലോചിക്കാം. വരൂ. കണ്ടോ, ഞാൻ അയാളെ കണ്ട് എങ്ങനെയാ കൊരച്ചതെന്ന്. ജോർദാർ, അപ്പുറത്തെ കോളനിയിലെ ഡോഗീസ്. അതിന് ഇത് നിന്റെ ഏരിയ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കേ. അവരൊക്കെ പേടിപ്പിച്ച ഈ ഏരിയന്ന് പുറത്താക്കിയാ അപ്പൊ നീ ഒരു ഡോഗിയാണെന്ന് നിനക്ക് ശരിക്കും പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഡോഗി കമ്മ്യൂണിറ്റിയിൽ നിനക്ക് നല്ല മര്യാദയായിരിക്കും. ശരിയാണ്. ഇപ്പൊ കണ്ടോ ഞാൻ ഡോഗിയെ പോലെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നെന്ന്. ഇവിടെ എന്തിനു വേണ്ടിയാ വന്നിരിക്കുന്നേ പാട്ടിക്കുട്ടിയെ? ഞാൻ കാല് തൊട്ട് ആശീർവാദം വാങ്ങായിരുന്നു. എന്നെ പോകാൻ അനുവദിക്കണം. ഇങ്ങോട്ട് വന്ന് അനുഗ്രഹം മേടിച്ചിട്ട് പോടാ പാട്ടിക്കുട്ടിയെ. നിന്റെ തലയ്ക്ക് സുഖമില്ലേ? പൂച്ചകൾ ഡോഗ്സിനെ അറ്റാക്ക് ചെയ്യില്ല. ഒരാഴ്ചത്തേക്ക് ഞാനും ഹണിയും പൂച്ചകളാ.
പപ്പ എന്തെങ്കിലും പറയൂ. വിശക്കുന്നു മുളക് തരൂ, മുളക് തരൂ, വിശക്കുന്നു മുളക് തരൂ, മുളക് തരൂ, വിശക്കുന്നു. സോർദാർ നീ ഡോഗിയാണ്. അവരുടെ കൂടെ ഫൈറ്റ് ചെയ്ത് ജയിച്ചിട്ട് വാ. നമുക്ക് പ്രോമിസ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. എടോ പ്രോമിസ് ഒക്കെ പോട്ടെ, എന്നെ ഒന്ന് രക്ഷിക്ക്, രക്ഷിക്ക്. ഹലോ. ഹയ്യാ. ഇവിടുന്ന് വേഗം ഓടിക്കോ, ചെറിയ പിള്ളേരാത്. താങ്ക് യു സുഹൃത്തുക്കളെ. ഒന്ന് ആലോചിച്ച് നോക്കേ, ഇന്ന് ഞങ്ങൾ ശരിക്കും പൂച്ചയും കിളിയായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്തായാലേ. അത് എന്റെ ബുദ്ധിക്ക് എന്തോ സംഭവിച്ചു സുഹൃത്തുക്കളെ. നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നോ അങ്ങനെ തന്നെ ജീവിക്കാം. അടുത്തവരെ ബോധ്യപ്പെടുത്താൻ പണിയെടുക്കുന്നവർ മഹാവിഡ്ഢികൾ. ജ്യൂസ് തന്നെ, സൂപ്പ് തന്നെ. എനി ഡൗട്ട്? ക്ലാസ് എടുത്തതിന് ശേഷം ഒരു സമാധാനമുണ്ട്. ബണ്ണിയോട് താങ്ക്സ് പറ. എന്തെന്നാൽ ബണ്ണിയുടെ ബുദ്ധി ഉപയോഗിച്ച് ഡോഗിനെ കൊണ്ട് ചോർദാറിനെ അടുപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വന്നേനെ. പണി. ഇപ്പൊ പ്രോമിസ് തീർന്നല്ലോ അല്ലേ? പിന്നെ ചോർദാർ എന്തിനാ വീണ്ടും പ്രൂവ് ചെയ്യുന്നത് അവൻ ഡോഗിയാണെന്ന്? കാരണം നീ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു നീ കഴുതയാണെന്ന്. എനി ഡൗട്ട്? എടാ വിടറ